ഇടുക്കി പീരുമേട് ആദിവാസി മേഖലയിൽ വന്യമൃഗശല്യം തടയുവാൻ നിർമ്മിച്ച വൈദ്യുതി വേലി ഫലപ്രദമാകുന്നില്ലെന്ന ആക്ഷേപം. പ്ലാക്കത്തറം ഉൾപ്പെടെയുള്ള ആദിവാസി ഉന്നതികളിലാണ് വനംവകുപ്പ് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിച്ചത്. പീരുമേട്ടിലെ ഉന്നതി മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കാട്ടാന, കാട്ടുപോത്ത് എന്നിവയെല്ലാം കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നു. നിരവധി പേർ കാട്ടാന ആക്രമണത്തിൽ ഇരകളായി. ഇതോടെയാണ് ഉന്നതി മേഖലകളിൽ വൈദ്യുതി വേലി സ്ഥാപിക്കുവാൻ വനം വകുപ്പ് നടപടി സ്വീകരിച്ചത്. പ്ലാക്കത്തടം ഉൾപ്പെടെയുള്ള ഉന്നതികളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിച്ചു. എന്നാൽ ഇതുകൊണ്ടും വന്യമൃഗശല്യം തടയാൻ കഴിയുന്നില്ലെന്നാണ് ഉന്നതിയിലെ കുടുംബങ്ങളുടെ ആക്ഷേപം. ഇതിപ്പം ഈ ഫെൻസിങ് വന്നത് ഇതിപ്പോൾ കൃത്യമായിട്ട് നോക്കാനുള്ള ആൾക്കാർ വേണം. ഈ മറ്റേ കാടുകൾ കയറാതെ നോക്കാനുള്ള ആൾക്കാർ വേണം. ഇതുവരെയായിട്ട് അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ ഫോറസ്റ്റുകാർ തന്നെയാണ് ഇത് നോക്കി നടത്തുന്നത്. മാസത്തിലൊക്കെ വന്ന് കാടൊക്കെ വെട്ടും. ഇപ്പോൾ കാട് വെട്ടാത്തതുകൊണ്ടാണ് ഇതിൽ ഈ കമ്പിയിൽ പള്ളയൊക്കെ കയറി കഴിഞ്ഞാൽ ന്യൂട്രൽ കട്ടാകും. അപ്പോൾ ന്യൂട്രൽ കട്ടാകുന്ന സമയത്ത് ആനയ്ക്ക് സിമ്പിളായിട്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. കറണ്ട് 9% വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ അത്ര ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ട് ആനയ്ക്ക് കയറാൻ പറ്റും. ഹാങ്ങിംഗ് ഫെൻസിങ്ങുകളിൽ കാട്ടുപള്ളികൾ കയറുന്നത് മൂലം ഇവ ശരിയായി പ്രവർത്തിക്കുന്നില്ല. വൈദ്യുതി വേലികളുടെ സംരക്ഷണം വനസംരക്ഷണ സമിതിയാണ് ഏൽപ്പിക്കാറുള്ളത്. എന്നാൽ ഈ മേഖലയിൽ ഇതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. മഴക്കാലമാകുന്നതോടെ കാട്ടാന ശല്യം രൂക്ഷമാകും. ഇതോടെ പകൽ പോലും കൃഷിയിടത്തിൽ ഇറങ്ങാൻ ആദിവാസി കർഷകർക്ക് കഴിയില്ല. വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.